ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സരസ്വതി അമ്മയും സിദ്ധാർത്ഥും കൂടി സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് സരസ്വതി അമ്മ തന്റെ മോഹമൊക്കെ സിദ്ധുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതെ മോനെ, നീ എന്തായാലും US മടങ്ങി പോവാണല്ലോ, പിന്നെ അമ്മ എന്തിനാടാ ഇനി നാട്ടിൽ നിൽക്കുന്നത്? അമ്മയും നിന്നോടൊപ്പം വരാം, നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ അങ്ങ് അടിച്ചു പൊളിക്കാന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ സിദ്ധു ആണെങ്കിലോ, അമ്മ എൻ്റെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹമില്ലാത്ത കൊണ്ടൊന്നും അല്ല, പക്ഷേ അവിടുത്തെ ജീവിത രീതിയും അതുപോലെ എൻ്റെ ബിസിനസ് തിരക്കുമൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെ വന്നാൽ അതെൻ്റെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആവില്ലേ? അമ്മയ്ക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എന്തായാലും സുമിത്രയും എൻ്റെ മക്കളും ഒക്കെ നാട്ടിലാണല്ലോ ഉള്ളത്. അവരെല്ലാവരും എൻ്റെ അമ്മയെ പൊന്നുപോലെ തന്നെ നോക്കും. അതുകൊണ്ട് അമ്മ നാട്ടിൽ തന്നെ നിന്നാൽ മതി. പിന്നെ അമ്മ ഇവിടെ നിൽക്കുമ്പം അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുമിത്രയുടെ അടുത്ത് കുറച്ചുകൂടെ ഡീസന്റ് ആവണം. അപ്പൊ ഇത് കേൾക്കുമ്പം സരസ്വതി അമ്മയാണെങ്കിലോ, കൊള്ളാടാ സിദ്ധു, നീ എന്തായാലും ഇപ്പോഴും നിന്റെ ചിന്തകളും വിചാരവും ഒക്കെ സുമിത്രയെ കുറിച്ച് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി, ഞാനൊരു വഴക്കാളിയാണെന്നൊക്കെ അല്ലേ നീ പറഞ്ഞു വരുന്നത്. അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ എന്നോടൊപ്പം പോരാം എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചിട്ടല്ലേ സുമിത്രയോട് ഇത്ര കണ്ട് ദേഷ്യപ്പെട്ടത്. അത് മാത്രമല്ലമ്മേ, പൂജ ഈ വീട്ടിൽ നിന്നും പോകാനും ഒക്കെ കാരണക്കാരി അത് അമ്മ തന്നെയല്ലേ. അപ്പം അമ്മ ഒന്ന് ആലോചിച്ച് കണ്ടുമൊക്കെ ഒന്ന് പെരുമാറിയാൽ മതി. സുമിത്ര തന്നെ അമ്മയെ നോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് സിദ്ധു സരസ്വതിയെ ആശ്വസിപ്പിക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പത്തേനും നമ്മുടെ അനിരുദ്ധ് പുറത്തേക്ക് പോവാൻ തുടങ്ങുകയാണ്. ആ സമയം സുമിത്ര ചെന്നിട്ട് അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ ഇപ്പം എങ്ങോട്ട് പോവാണ്? ഞാൻ 2-3 ദിവസമായി നിന്നോട് അനന്യയുടെ കാര്യം പറഞ്ഞിട്ട്, നീ എന്താ അവളെ പോയി കൂട്ടാത്തതെന്ന് ചോദിക്കുമ്പം, അമ്മേ, ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. എന്തായാലും ഞാൻ അവളെ പോയി വിളിച്ച് അവളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാം. അമ്മ സമാധാനപ്പെട്. അപ്പം ഇത് കേൾക്കുമ്പോൾ സ്വരമോൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. ഡാഡി പോവുകയാണെങ്കിൽ ഞാനും ഡാഡിയോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുമ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ, നിന്റെ മമ്മി എന്തായാലും ഡാഡിയോടൊപ്പം ഇങ്ങോട്ട് വരുമല്ലോ, അതുകൊണ്ട് നമുക്ക് അവളെ കാത്തിവിടെ ഇരിക്കാം. നിന്റെ മമ്മിക്ക് ഇഷ്ടമുള്ള ചില പലഹാരങ്ങളൊക്കെ ഉണ്ട്, അച്ഛമ്മയും മോളും കൂടി അതൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ സ്വരമോൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി. എന്നാ മോനെ, നീ പോയിട്ട് വാ കേട്ടോ, അവളെയും കൂട്ടി വരണമെന്നൊക്കെ പറഞ്ഞ് സുമിത്ര തൻ്റെ മകനെ യാത്രയാക്കുകയാണ്. അങ്ങനെ അനന്യയുടെ വീട്ടിൽ അനിരുദ്ധ് എത്തുമ്പോൾ തന്നെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് നമ്മുടെ പ്രേമ അനിരുദ്ധിനെ കണ്ടതും പെട്ടെന്ന് തന്നെ പ്രേമ, ഇതാരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്? അല്ല, നിനക്കെന്താ ഈ വീട്ടിലെ കാര്യം? നീ എൻ്റെ മകളെ ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? അപ്പം ഈ വർത്തമാനമൊക്കെ കേട്ടുകൊണ്ടാണ് വിശ്വൻ അങ്ങോട്ട് വരുന്നത്. വിശ്വൻ വന്ന പാടെ തന്നെ, എൻ്റെ പൊന്നു പ്രേമേ, അനിരുദ്ധ് ഇവിടെ വന്നത് അവൻ്റെ ഭാര്യയെ കാണാനായിരിക്കും. അതിന് നീ എന്തിനാ സംസാരിക്കുന്നത്? അതെ, അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ മകളാണ്. അവൾ ഇവിടെ കിടന്ന് സങ്കടപ്പെട്ടത് ഞാൻ മാത്രമല്ലേ കണ്ടുള്ളൂ. അങ്ങനെ സങ്കടപ്പെടാനുള്ള സാഹചര്യം നമ്മളല്ലേടി ഉണ്ടാക്കിയത്. നീ അതുകൊണ്ട് ഇനി അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയുമ്പം അനിരുദ്ധിനെ വളരെ സ്നേഹത്തോടു കൂടി വിശ്വൻ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുകയാണ്. അങ്ങനെ തൻ്റെ മകളുടെ അടുത്ത് ചെന്ന് വിശ്വൻ കാര്യങ്ങൾ പറയാം. മോളെ, അനിരുദ്ധ് വീട്ടിലെത്തിയിട്ടുണ്ട്, നീ വേഗം വാ, അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് അച്ഛന് തോന്നുന്നത്. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ആയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് അനന്യയെ കൂട്ടി താഴേക്ക് വന്നു. അനന്യയാണെങ്കിലോ അനിരുദ്ധിനോട് സംസാരിക്കാനേ കൂട്ടാക്കുന്നില്ല. അനന്യയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അനന്യ, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ അന്ന് അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത തെറ്റിന് ഒരിക്കലും ഞാൻ നിന്നെ ശിക്ഷിക്കരുതായിരുന്നു. നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പറഞ്ഞപ്പോഴാണല്ലേ സത്യങ്ങളെല്ലാം മനസ്സിലായത്. എൻ്റെ കുഞ്ഞിനെ, അവളെ ഞാൻ ജന്മം നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും അവൾ എൻ്റെ സ്വന്തം മകൾ തന്നെ ആയിരുന്നില്ലേ? നിങ്ങൾ ആ കുഞ്ഞിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും എന്നോട് എത്രമാത്രം വെറുപ്പ് കാണിച്ചാണ് ഈ വീട്ടിൽ നിന്നും കുഞ്ഞിനെയും കൂട്ടി നിങ്ങൾ ഇറങ്ങിപ്പോയത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ദുഃഖം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. എന്നിട്ടിപ്പം നിങ്ങളുടെ അമ്മ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തിയല്ലേ? അതിനാണോ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ് അനന്യ. പെട്ടെന്ന് തന്നെ അനിരുദ്ധ് പറയുന്നുണ്ട്, അനന്യ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ മാനസികാവസ്ഥയൊക്കെ. ഞാൻ ചെയ്തു പോയതിനെല്ലാം നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. നിന്നെ കാണാനായിട്ട് എൻ്റെ അമ്മയും നമ്മുടെ സ്വരമോളും ഒക്കെ കാത്തിരിക്കുക. അതുകൊണ്ട് നീ എന്നോടൊപ്പം വരണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അനന്യയ്ക്ക് ഇത്രയും ദിവസം നമ്മുടെ പ്രേമ ഓതിക്കൊടുത്ത ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വരികയാണ്. താൻ അനുഭവിച്ച വേദന ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണല്ലോ തൻ്റെ ഭർത്താവ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു അമർഷമൊക്കെ ഇവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്.
ഇത്രയും ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, നിങ്ങൾ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ വന്നില്ല. ഇനി എന്തായാലും നിങ്ങളോടൊപ്പം വരാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ അമ്മയോടൊപ്പം തന്നെ സന്തോഷമായിട്ട് ജീവിച്ചോ. അതിനുവേണ്ടിയാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഇനി എന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള തീർത്തിട്ടുള്ള ഒരു മറുപടി അത് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുമ്പോൾ പ്രേമയ്ക്കാണെങ്കിലോ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇതും പറഞ്ഞ് അനന്യ അങ്ങോട്ട് അവളുടെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോൾ വിശ്വനാണെങ്കിലോ മോളെ നീ അങ്ങനെയുള്ളൊരു തീരുമാനം പറയരുത് എന്നും പറഞ്ഞ് അവൾക്ക് പിന്നാലെ പോകുമ്പം പ്രേമയാണെങ്കിലോ ഈ സംസാരം നല്ല രീതിയിൽ തന്നെ പ്രേമ അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ മോൾക്ക് ഞാൻ നിന്നെക്കാളും നല്ലൊരു പയ്യനെ കണ്ടെത്തും. നീ നിൻ്റെ അനിയൻ്റെ കുഞ്ഞുമൊക്കെ ആയിട്ട് അവിടെ ജീവിച്ചോ നിൻ്റെ അമ്മയോടൊപ്പം. അതുകൊണ്ട് ഇനി എൻ്റെ മകളുടെ കാര്യവും പറഞ്ഞ് അവളെ ശല്യം ചെയ്യാനായിട്ട് ഈ വീട്ടിലേക്ക് കയറി പോകരുത് എന്നുള്ള കാര്യവും പറഞ്ഞ് അനിരുദ്ധിനെ വീടിന് വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പം അനിരുദ്ധിന് വലിയ സങ്കടമൊക്കെ ആയി. അവൻ ഇനി എന്ത് ചെയ്യും? തൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്ത് പറയും? അങ്ങനെയുള്ളൊരു സങ്കടത്തിൻ്റെ പുറത്ത് അനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുമിത്രയെയും സ്വരമോളയുമാണ്. അപ്പം രണ്ടുപേരും നമ്മുടെ അനന്യയുടെ വരവും ഒക്കെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അല്ല അച്ഛമ്മേ, ഡാഡി എന്താ വരാത്തേന്ന് കുഞ്ഞും ചോദിക്കുന്നുണ്ട്. മോളെ ഡാഡിക്ക് മറ്റെന്തെങ്കിലും ഒരു തിരക്കൂടി വന്ന് കാണും. എന്തായാലും മോളുടെ ഡാഡി മടങ്ങി വരുമ്പം മമ്മിയും കൂട്ടിയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ് സുമിത്ര. പിന്നീട് സിദ്ധാർത്ഥ സത്യയെ വിളിച്ചു വരുത്തി. സത്യയാണെങ്കിലോ വന്ന പാടെ തന്നെ സാർ എന്താ വിളിച്ചത്? സാറിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ. അപ്പം സിദ്ധുവാണെങ്കിലോ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം സത്യയോട് പറയുമ്പോഴത്തേക്കിനും സത്യ വിചാരിച്ചത് സുമിത്രയും സിദ്ധാർത്ഥവും ഒക്കെ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്ന് തന്നെയാണ്. പക്ഷേ സുമിത്ര തൻ്റെ തീരുമാനം ഈ രീതിയിലാണ് അറിയിച്ചത് എന്നുള്ള കാര്യം സിദ്ധാർത്ഥ പറയുമ്പം സത്യ ശരിക്കും അങ്ങ് ഞെട്ടി. സത്യ പറയാണ്, സാറേ അങ്ങനെയൊക്കെയാണ് ആ മേഡം പറയുന്നതെങ്കിൽ പിന്നീട് സാർ ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? പക്ഷേ സാറ് മടങ്ങിപ്പോകുന്നതിന് മുന്നേ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സാറായിട്ട് നഷ്ടപ്പെടുത്തിയ ശ്രീനിലയം അത് തിരികെ സാറിൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിക്കണ്ടേ? അപ്പം എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്തു തീർത്തതിന് ശേഷം സാറ് US പോയിക്കോളൂ, ഞാൻ സാറിനോടൊപ്പം മടങ്ങി വരാം എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരനും പറയാണ്. അപ്പം സിദ്ധുവാണെങ്കിലോ എടോ അതിനു മുന്നേ നമുക്ക് ആ പരമശിവത്തെ പോയെന്ന് കാണണം. അവനോട് ഒരിക്കൽ കൂടി ഒന്ന് സംസാരിച്ച് നോക്കണം. അവൻ എന്ത് പറയും, എങ്ങനെയൊക്കെയാണ് അവൻ്റെ തീരുമാനം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം സത്യ പറയാണ്, എന്നാ ഒരു കാര്യം ചെയ്യും സാറ് വേഗം പോയി റെഡിയായിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പം തന്നെ കൈയോടുകൂടി അവനെ പോയി കാണാമെന്ന് പറയാണ്. അങ്ങനെ സത്യയും നമ്മുടെ സിദ്ധാർത്ഥം കൂടി ശ്രീനിലയത്തിലെത്തി. എത്തുമ്പോൾ കാണുന്ന കാഴ്ച സിദ്ധാർത്ഥും സുമിത്രയും ഒക്കെ ഒരു പൂങ്കാവനം പോലെ കൊണ്ടു നടന്നിരുന്ന ശ്രീനിലയം കിടക്കുന്ന കോലം അത് സിദ്ധുവിന് വലിയ വിഷമമൊക്കെ ആയി. തൻ്റെ ഭാര്യ അത്ര കണ്ട് നല്ല രീതിയിലാണ് ശ്രീനിലയം പരിപാലിച്ചു പോന്നിരുന്നത്. അപ്പം അവിടെയൊക്കെ ആയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ കിടക്കുന്ന കാണുമ്പം സിദ്ധാർത്ഥിന് ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ സിദ്ധു ആ തറവാടിൻ്റെ പടി ഒരിക്കൽ കൂടി കടന്നു വരുമ്പോഴത്തേക്കിനും പരമശിവവും അവൻ്റെ ഗുണ്ടകളും അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പരമശിവൻ ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ധാർത്ഥ നിനക്ക് കിട്ടിയതൊന്നും പോരെ? എൻ്റെ ആൾക്കാർ നിന്നെ പെരുമാറിയതിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിച്ച് കളിയാക്കുകയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന അവന്മാരെല്ലാവരും കൂടി സിദ്ധുവിനെ കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. സിദ്ധു പറയുന്നുണ്ട്, അതെ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ ഏത് രീതിയിൽ ഏത് വൃത്തികെട്ട കളി കളിച്ചാണ് എൻ്റെ അടുത്ത് നിന്നും ശ്രീനി വാങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിയമപരമായി നേരിട്ട് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും പെടും. അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ വരെ പേരുള്ള ആളല്ലേ നീ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ തറവാട് കൈപ്പറ്റിയതാണെന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് വലിയ പാടൊന്നും ഇല്ല. അതുകൊണ്ട് മര്യാദ രീതിക്ക് എനിക്ക് എൻ്റെ വീട് തിരികെ തരണമെന്ന് തന്നെ സിദ്ധു പറയാണ്. അപ്പം പെട്ടെന്ന് തന്നെ സാറിൻ്റെ മുന്നിൽ വന്നും ഇവൻ അന്ന് ഒരുപാട് ശബ്ദിച്ചു. ഇനി ഇവൻ്റെ ഈ നാവിങ് ഞങ്ങൾ പിഴുതെടുത്തോട്ടെ എന്ന് സിദ്ധുവിനെ കൊല്ലാനുള്ള രീതിയിൽ ഗുണ്ടകൾ ഇങ്ങനെ അലമുറ ഇടുമ്പോഴത്തേക്കിനും പരമശിവൻ പറയുന്നുണ്ട്, വേണ്ട ഇപ്പം ഇവൻ എന്തായാലും ഒന്നും ചെയ്യണ്ട. അവൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തായാലും സിദ്ധാർത്ഥെ നീ ഇപ്പം മടങ്ങിപ്പോയിക്കോ. ഇനി എന്തായാലും ഞാൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ആ തീരുമാനം നിന്നെ അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവിനെ പരമശിവ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഇതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയുടെ വീടാണ്. അപ്പം അപ്പു പോയതിൻ്റെ സങ്കടത്തിൽ അപ്പുവിനോട് ഇത്ര കണ്ട് മോശമായിട്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ പൂജ പെരുമാറിയത്. ആ ഒരു വിഷമത്തിലൊക്കെ പൂജ വീട്ടിലേക്ക് തിരികെ കയറുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിലോ, അല്ല പൂജ താനും അപ്പവും കൂടി എന്ത് കാര്യമാണ് സംസാരിച്ചത്? അവനെന്താ ഇത്ര അത്യാവശ്യമായിട്ട് തന്നെ കാണാൻ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പു തന്നെ കാണാൻ വന്ന കാര്യങ്ങളൊക്കെ പൂജ പങ്കജിനോട് പറയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ അവന്റെ അച്ഛനെ പോലെ തന്നെ ഫ്രോഡാണെന്ന്. നിനക്കല്ലേ വിശ്വസിക്കാൻ പറ്റാതെ ഉള്ളൂ. എന്തായാലും അവനുമായിട്ടൊരു ബന്ധം നീ അത് നിലനിർത്തിയില്ലല്ലോ, നല്ല കാര്യം തന്നെ. അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ തന്നെ പടിയടച്ച് വിടണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം നമ്മുടെ പൂജയ്ക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ ആ ഒരു വിഷമത്തിൽ പോകുമ്പം രഞ്ജിതയാണെങ്കിലോ, മോളെ നീ അവിടെ നിൽക്ക്, ദേ ആൻറ്റി നിനക്ക് വേണ്ടി ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് കുടിച്ചിട്ട് പോകുമെന്ന് പറയുമ്പം ആൻറ്റി ഞാനൊന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് അവൾ അങ്ങോട്ട് വലിയ സങ്കടത്തിൽ അങ്ങ് പോകുന്ന കാണുമ്പം രഞ്ജിതയ്ക്ക് ഒരു സംശയം. അല്ല പങ്കജ്, എന്ത് പറ്റി അവൾക്ക്? അവൾ ഇത്രയും നേരം ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെ എന്താ നീ വല്ലതും പറഞ്ഞ് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പങ്കജാണെങ്കിൽ അപ്പു വന്ന കാര്യങ്ങളും അപ്പു ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഇവൾ അവനെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളും ഒക്കെ രഞ്ജിതയോട് പറയുമ്പം രഞ്ജിതയ്ക്ക് വലിയ സന്തോഷമായി. മോനെ, ഇനി കാര്യങ്ങൾ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇത്രയും കാലം നമുക്കിടയിൽ ഒരു വെല്ലുവിളിയായിട്ട് നിന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം നമുക്കൊരു ശല്യം ഇല്ലാതെ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഈ അവസരം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. അവൾക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അവളെ എങ്ങനെയെങ്കിലും നിൻ്റേതാക്കി മാറ്റണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പങ്കജിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ അരവിന്ദനും വന്നു. അരവിന്ദനും പറയുന്നുണ്ട്, മോനെ ദേ എന്ത് വന്നാലും ഇപ്പം കിട്ടിയ ഈ അവസരം നല്ല രീതിയിൽ തന്നെ അങ്ങ് ഉപയോഗിച്ചോണം. അച്ഛൻ അതിനു വേണ്ടി എന്ത് സഹായത്തിനും നിന്നോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തൊരു ബെല്ലൈക്കൺ വരും, എനേബിൾ ചെയ്തിടുക. പിന്നെ കമൻസും ലൈക്കും ഒക്കെ ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്